ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മുട്ട പപ്സിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ മുട്ട ആദ്യം തന്നെ പൊഴുങ്ങാട്ടിട്ടുണ്ട്. വേറെ ബൗളിലേക്ക് ഉപ്പും മൈദമാവും ഓയിലും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അത് ഓരോ ആവശ്യത്തിനുള്ള ഓരോ ബൗളാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് എണ്ണയിൽ മുക്കി വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. പിന്നെ അത് നന്നായിട്ട് വണക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് അത് നമുക്ക് മാറ്റിയെടുക്കുക. പിന്നെ ഈ ഡോ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുത്തിട്ട് ഒരു ഭാഗത്ത് നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക്, ഇപ്പുറത്തെ സൈഡിൽ നിന്ന്, പിന്നെ മേലിൽ നിന്ന് താഴത്തുനിന്ന് മേൽക്കായിട്ട് നന്നായിട്ട് ഇതാക്കിയിട്ട് നടുവിൽ മസാലയും കോഴിമുട്ടയും വെച്ചിട്ട് നമുക്ക് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ദോശക്കറി കട്ടിയുള്ള പാൻ ഉണ്ടാവുമല്ലോ, അത് ഗ്യാസിൽ വെച്ച് പ്രീ ഹീറ്റ് ഒരു 10 മിനിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഇത് വെച്ചിട്ട് 3/4 മണിക്കൂർ വേവിച്ചെടുത്ത മുട്ട പപ്സ് ആയിട്ടോ. ഓവൻ ഇല്ലാത്തതിൻ്റെ അപാകതകൾ കാണുന്നുണ്ട്, എന്നാലും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ, ടേസ്റ്റ് ഉണ്ട്.